നമസ്കാരം. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാനും ഇന്ന് ചിന്തിക്കുന്നു. എല്ലാവരും പലപ്പോഴായിട്ട് പറയുന്നൊരു വരി ഉണ്ട്. കനത്ത ആപത്തുകൾ വരും, മാരകമായ അസുഖം വരും. മാരകമായ അസുഖം വന്ന എന്റെ ഒരു ബന്ധുക്കാരൻ സംഭാഷണ മധ്യേ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വരത്തക്ക വിധം ഞാൻ ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സൂക്കേട് വന്നില്ല. വേറൊരു വ്യക്തി മരണശയ്യയെ കിടക്കുമ്പോൾ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നശിച്ചു, എല്ലാവരുടെ വെറുപ്പിനും പാത്രീഭൂതനായി. ഇങ്ങനെയൊക്കെ വരത്തക്ക വിധം ഞാനൊരു തെറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇയാൾ ധാരാളം തെറ്റ് ചെയ്താണെന്ന് എനിക്കറിയാം. അറിയാതെ എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു എന്നൊരു സംശയം. അപ്പൊ അയാൾ തിരുത്തി ഒരു ബ്രാക്കറ്റ്, അല്ല അറിഞ്ഞും കൊണ്ട്. സമ്മതിച്ചു. എന്നാൽ ഇവര് തെറ്റ് ചെയ്തവരാണെന്ന് അറിഞ്ഞാലും നമ്മുടെ അറിവിലും വിശേഷിച്ച് തെറ്റുകളൊന്നും ചെയ്യാത്തവർ ജീവിച്ചിരിപ്പില്ല. അവർക്ക് വളരെ മാരകമായ ദുഃഖങ്ങൾ ഉണ്ടാവാറില്ല. സാധാരണഗതിയിൽ ഇപ്പൊ തെറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വേണമെങ്കിൽ പറയാലോ, പോലീസ് സ്റ്റേഷന്റെ പടി കയറിയിട്ടില്ല, ഇന്ന പോലീസ് സ്റ്റേഷനിൽ എന്നെ പറ്റി എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുറ്റവാളിയായിട്ട് എന്നെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അനവധി കോടതി കിടക്കല്ലേ, അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി വിട്ടാൽ പിന്നെ അവരെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും പറയാം, ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ശിക്ഷിച്ചാൽ തന്നെ ശിക്ഷിച്ച് ജയിലിൽ കിടന്ന ആള് പറഞ്ഞൊരു വരിക, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കി കൊടുത്തു, അതാപ്പ ഞാൻ ചെയ്ത തെറ്റ്. അറിയാണ്, ഗവൺമെന്റിന് ലാഭം ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അതാണ് ചെയ്ത തെറ്റ്. അതൊന്നല്ല. ഒരു കാര്യമാണ്, ഏത് കാര്യത്തിനും പുരാണങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്. പുരാണങ്ങളിലെ കഥാപാത്രം, ഇതിഹാസങ്ങൾ, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരാണ് ഇതിഹാസം. ഇവിടെ ഈ കൊല്ലം 36 അപകടം നടന്നു കഴിഞ്ഞു, അത് ഇതിഹാസ. ഇവിടെ ഇപ്പൊ 36 അപകടം നടന്നു. അവിടെ 3 പേര് വഴിക്ക് വീണു. നമ്മൾ എന്താ പഠിക്കാറുള്ളത്? നമ്മൾ വഴിക്ക് വീഴാതെ നോക്കണം. പല ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് എന്താണ്? ബാക്കി അനവധി തെറ്റുകളുണ്ട്. തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജോലിയിലിരിക്കുമ്പോ കാഷ്വൽ ലീവ് എഴുതാൻ വേണ്ടിയിട്ട് തലവേദനയും പനിയാൻ എഴുതും. തലവേദനയും പനിയെന്നല്ല, സിനിമ കാണാൻ പോകാനാണ് ലീവ് എടുത്തത്. തെറ്റല്ലേ? ഇങ്ങനെയൊക്കെ എടുത്ത കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവും നമ്മൾ. ഇങ്ങനെയൊക്കെ എടുത്ത എവിടെയായിരുന്നടാ ഉച്ചക്ക്? ഞാൻ അവിടെ നിന്നൊരു വായിക്കായിരുന്നു, അച്ഛൻ അപ്പൊ വന്നിട്ടേ ഉള്ളൂ, ഇപ്പൊ മേറ്റിന് കാണാൻ പോയിരിക്കണേ. നുണ പണി തെറ്റല്ലേ?
നമുക്കിപ്പോ തെറ്റുകളുടെ രാജാവ്, ഇനി അതിലും വലിയൊരു തെറ്റില്ല. കൊലപാതകം വഴി അതിന്റെ താഴെ വരുന്നുള്ളൂ. ഒരു കുത്തിന് ആ വ്യക്തി ചത്തുപോയല്ലോ, അയാളുടെ പ്രാരാബ്ധം കഴിഞ്ഞില്ലേ? അയാളുടെ പ്രാരാബ്ധം ഒന്ന് കുറച്ചു കൊടുക്കല്ലേ ചെയ്ത്. ഒരു ന്യായീകരണവും പറയാനില്ലാത്ത ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ നമ്മുടെ ചുറ്റും ഉണ്ട്. തെറ്റുകൾ വെച്ച് ഏറ്റവും വലിയ തെറ്റ് നിരപരാധിയായ വ്യക്തികളെക്കുറിച്ചും നിഷ്കളങ്കരായ വ്യക്തികളെക്കുറിച്ചും അപഖ്യാതി പറയുന്നതാണ്. ആ വരി ഒന്നുകൂടി പറയാം. നിഷ്കളങ്കരായ വ്യക്തികൾ, നിരപരാധികളായ വ്യക്തികൾ, അവരെ കുറിച്ച് ഇല്ലാത്ത അപഖ്യാതി പറയുന്നു. സ്വന്തം നെഞ്ഞത്ത് കൈവച്ചിട്ടും അങ്ങനെ പറയാറുണ്ടോ എന്ന് ചിന്തിക്കും. ഞാൻ അറിഞ്ഞോടത്തോളം പരിചയപ്പെട്ട എത്രയോ ആളുകൾക്ക് യാതൊരു മടിയില്ല വേറൊരാളെ കുറിച്ച് പരദോഷം പറയും. അവര് ക്രിമിനൽ കേസിൽ പ്രതിയൊന്നല്ലേ, വഴക്കിനൊന്നും അവര് പോവില്ല, ആരും തല്ലുകയും ചെയ്തിട്ടില്ല അവര്. പക്ഷെ വേറൊരാളെ കുറിച്ചിട്ടില്ലാത്തൊരപഖ്യാതി പറയാൻ യാതൊരു മടിയും ഇല്ല. ഒരു 75-കാരൻ എന്റെ ഗ്രാമത്തിൽ ഉണ്ട്. ആ 75-കാരന്റെ പഠിക്കണ കാലം മുതൽക്ക് എനിക്ക് അറിയാം. ക്രിമിനൽ കേസിനും നേരിട്ട് തല്ലാനൊന്നും പോയില്ല. മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ച് നാവ് കൊണ്ട് അപഖ്യാതി പറയാൻ അയാളെ പോലെ മിടുക്കൻ വേണമെന്നില്ല. ഒരു തവണ നിരപരാധിയോ അപരാധിയോ നമ്മളോട് നിശ്ചയിക്കുന്നത് ഏതോ ചിലരെ കുറിച്ച് അപഖ്യാതി പറയുമ്പോൾ പറഞ്ഞ ശേഷം പോയപ്പോ ഇത് കേട്ട് നിന്നാൾ എന്നോട് പറയാണ്, അവനും ഇല്ലേ 3 പെങ്ങന്മാരും, ഇങ്ങനെയൊക്കെ പറയാമോ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപഖ്യാതി പറയുന്നത് ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. മൈക്കൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, എഴുതിയിട്ടുമില്ല. അതൊക്കെ ശരി, നാവുകൊണ്ട് അങ്ങോട്ട് പറയാൻ ഒരു മടിയും ഇല്ല. വേറൊരാളുടെ പൈതൃകത്തെ പറ്റി, പിതൃത്വത്തെ പറ്റി, മറ്റൊരാളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു മടിയില്ല പറയാൻ, കുറ്റം പറയാൻ. ചില പ്രൊഫഷണൽ കുറ്റം പറയലാവാം എന്നാണ് അവര് മനസ്സിലാക്കി വെച്ചത്. ആ പ്രൊഫഷൻ എടുത്തവർ മനസ്സിലാക്കിയിരിക്കുന്നത് കുറ്റം പറയാമെന്നാണ്. പത്രത്തിൽ എന്തും എഴുതാം, ഞാൻ പത്രക്കാരനാണ്. എന്നാൽ ചുറ്റുമുള്ള വ്യക്തികളിൽ മെഡിറ്റേഷൻ പവർ ഉള്ള വ്യക്തികളും ആത്മീയമായിട്ട് വളരെ പുരോഗമിച്ച ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുണ്ട്, ഇവിടെയുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തന്നെ ആവാം. അങ്ങനത്തെ ആളുകളെ കുറിച്ച് അങ്ങോട്ട് യാതൊരു മടിയില്ലാതെ അനാവശ്യം പറയുന്നവരില്ലേ? എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ചില ആത്മാക്കളുണ്ട്. അവര് എത്രയോ പേര് ആദരിക്കുകയാണ്. ആ ആദരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇവര് കേൾക്കച്ചല്ലോ തോന്നിവാസം പറയാൻ യാതൊരു മടിയുമില്ലാത്തവരില്ലേ?
അവരനുഭവിക്കുന്ന ശിക്ഷ ഞാനീ പറഞ്ഞ തുടക്കത്തിൽ കഥ പറഞ്ഞ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിച്ച ദുഃഖം പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു കടിക്കുകയാണ്. മഹാത്മാക്കളെ കുറിച്ച് ഒരിക്കലും ഇല്ലാത്താണ് ഈ പറഞ്ഞത്. സത്യത്തിന്റെ ഒരു അംശമില്ല. അങ്ങനെ പറഞ്ഞ് ശീലിക്കുകയാണ്. അതുപോലെ അയാളുടെ ജീവിതത്തില് അയാളുടെ മകൾ എന്നെ ഒളിച്ചോടിപ്പോയി, ആകെ 100 പ്രശ്നം, പലതും രോഗമായിട്ടാണ് വരിക. പാക്കനാരുടെ കഥയുണ്ടല്ലോ, അനാവശ്യം പറഞ്ഞാൽ അവരുടെ അനുഭവത്തെ കുറിച്ച്. വളരെ മഹാന്മാരായ വ്യക്തികള് പുണ്യാത്മാക്കളെ പറ്റി അറിയാത്ത കാര്യം പറയുമ്പോൾ അത് ഏതുപോലെയാന്ന് വെച്ചാൽ, ഒരാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ 1,00,000 റുപ്യ കടമുണ്ട്. ആ കടത്തിലേക്ക് ഓരോരുത്തർ കാശ് കൊണ്ട് അടച്ചങ്ങനെ ഉണ്ടാവും, ഇയാളുടെ കടം തീരും. ഇത് കേൾക്കത്തക്ക വിധമുള്ള ഒരു പാപം അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. അവര് കുറച്ച് പാപം ചെയ്തിട്ടുണ്ടാവുകയെ, ആ പാപം അങ്ങോട്ട് തീർന്നു കിട്ടി. ഈ പറയുന്നവർ പറയും, ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറ്റം ചെയ്തിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, എന്റെ പേരിൽ ഒരു കേസുമില്ല, ഈ കൈകൾ പരിശുദ്ധമാണ്, ഈ നാവ് പരിശുദ്ധിയിൽ പരിശുദ്ധ എന്നും പറയണ്ട. നിങ്ങൾ കണ്ടുവോ? ഇല്ല. നിങ്ങൾ ഒന്നും കാണാത്ത അസൂയ കൊണ്ടല്ലേ ഇന്ന ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരമില്ല. അപഖ്യാതികൾ പറയുന്നവർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.